ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂടിൽ നിൽക്കുന്ന സമയത്ത് കേസിയുടെ ഒരു പ്രസ്താവന വന്നു. പയ്യന്നൂരിലെ കൃത്രിമമായിട്ട് ആധാർ പോലുള്ള ഐഡി കാർഡുകൾ ഉണ്ടാക്കുന്നു CPM. അപ്പൊ അത് വളരെ ഉത്തരവാദിത്തത്തോടെ കേസി പറഞ്ഞതാണോ, അല്ല വിശ്വാസയോഗ്യമായ തെളിവുകൾ അല്ല ഉണ്ടായിട്ടാണോ? അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പയ്യന്നൂരിലും തളിപ്പറമ്പിലും പോയപ്പോൾ അവിടെ വളരെ റിലയബിൾ ആയിട്ടുള്ള സോഴ്സ്, കഴിഞ്ഞ കാലങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം നിൽക്കുന്ന എല്ലാവരും ഇപ്പോൾ അവരുടെ കൂടെ ഇല്ല മാനസികമായിട്ട്. അവരിൽ നിന്ന് തന്നെ ചില വിവരങ്ങൾ കിട്ടി, ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടക്കുന്നുണ്ട്. അതായത് വ്യാജ ആധാർ കാർഡ് നിർമ്മിക്കുക, മറ്റൊരു കോൺസ്റ്റിറ്റ്യൂൻസിൽ നിന്ന് ആളുകളെ വോട്ടിങ്ങോട്ട് ചേർത്ത് ഡബിൾ എൻട്രി ഉണ്ടാക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വ്യാജ വോട്ട് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നൊരു മുന്നറിയിപ്പായിരുന്നു നമ്മുടെ പ്രവർത്തകർ നമുക്ക് തന്നത്. അവർക്ക് കിട്ടിയത് അവരുടെ റിലയബിൾ സോഴ്സ് നിന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരമൊരു കാര്യം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ മിണ്ടാതിരിക്കലല്ലോ. മാത്രമല്ല, സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുടെ കോപ്പി കൂടെ കിട്ടിയിട്ടാണ് ഞാൻ ഉത്തരവാദിത്തത്തോടെ പറഞ്ഞത്. സ്ഥാനാർത്ഥിയുടെ കോപ്പിയുണ്ട് ഇലക്ഷൻ കമ്മീഷന് അവിടുന്ന് പയ്യന്നൂരിൽ ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത പരാതിയിൽ കൃത്യമായി ഈ കാര്യം പറഞ്ഞിരിക്കുക. വ്യാജ ആധാർ കാർഡ് അടക്കം ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നുള്ള വിവരമുണ്ട്. അതുകൊണ്ട് ഇത് പരിശോധിക്കണം, അന്വേഷിക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ല, ഇത് കേസ് ഇങ്ങനെ പ്രഖ്യാപനം നടന്നതിന് ശേഷം എന്തെങ്കിലും അന്വേഷണം ഈ കാര്യത്തിൽ വന്നോ? അല്ല, ഈ കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം വന്നതായിട്ട് അറിയില്ല. ഇലക്ഷൻ കമ്മീഷനോട് ഉത്തരവാദിത്തപ്പെട്ട അവരോട് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി വരെ അന്വേഷിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മൾ പറഞ്ഞ ഉടനെ ഇവരവിടെ വെച്ചേക്കാൻ പോകുന്നുണ്ടോ? അവര് മാറ്റുമല്ലോ, മാറ്റുമല്ലോ. ഈ കേരളത്തിലെ ഇപ്പം എനിക്കൊന്ന് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ കേസി അത് സ്ട്രോങ് ആയിട്ട് പറഞ്ഞു, ഈ ഡീല് നടക്കുന്നു എന്നുള്ള രീതിയിൽ. ശരിക്കും നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ പല ആരോപണങ്ങളും കൊണ്ടുവരും. ഈ കേരളത്തിൽ ഇപ്പം CPM-ഉം BJP-യും തമ്മിൽ ഒരു ശക്തമായ ഡീല് നടക്കുന്നു, ചില മണ്ഡലങ്ങളിൽ അത് പ്രകടമാണ് എന്നൊക്കെ പറയുന്നു. ഇപ്പോഴും കേസി അതിൽ ഉറച്ചു നിൽക്കുകയാണോ? അല്ല, അതെ, തീർച്ചയായിട്ടും. കാരണം BJP ചില മണ്ഡലങ്ങളിൽ അവര് ഉണ്ടാക്കിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നല്ലോ കേരളത്തിൽ, ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഹൈപ്പ്. അത് താങ്കളുടെ റിപ്പോർട്ട് പറഞ്ഞു ചോദിച്ചാൽ താങ്കൾക്ക് അറിയാമല്ലോ, ആ ഹൈപ്പ് ഇപ്പം നിൽക്കുന്നുണ്ടോ പല മണ്ഡലങ്ങളിലും അവരുദ്ദേശിച്ച്? അവരുടെ ശക്തി കേന്ദ്രങ്ങളായ പല മണ്ഡലങ്ങളിൽ പോലും ആ ഹൈപ്പ് നിലനിൽക്കുന്നില്ല. അവരുടെ പ്രവർത്തനങ്ങൾ പോലും അത്ര ഉഷാറായിട്ട് നടക്കുന്നില്ല. അവരുടെ തന്നെ പ്രവർത്തകർ എന്തുകൊണ്ടാണ് ഇങ്ങനെ BJP അത്ര ഉഷാറാവാതെന്ന് ചോദിക്കുന്ന ചോദ്യം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ ഇങ്ങനെയുള്ള ആരോപണങ്ങളുണ്ട്. അവരുടെ കാൻഡിഡേറ്റ് ലിസ്റ്റ് അനൗൺസ് ചെയ്തപ്പോൾ ആ കാൻഡിഡേറ്റ് ലിസ്റ്റ് അനൗൺസ് ചെയ്തതിൻ്റെ പിന്നാലെ നമ്മളൊന്ന് പോയി നോക്കിയാൽ 2020-ക്ക് 19 സീറ്റ്. ആ കൊടുത്ത സീറ്റുകൾ BJP-ക്ക് കാര്യമാത്ര പ്രസക്തമായി നല്ല പ്രവർത്തകരും പാർട്ടി സംവിധാനമുള്ള പല സീറ്റുകളും അങ്ങനെ പോയിരിക്കുകയാണ്. അല്ല, അതൊരു സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് കണ്ടുകൂടെ? എന്താണ് സ്ട്രാറ്റജി? അതായത് ഒരുപക്ഷെ ഈ 2020 ഒരു നവാഗത പ്രതിഭകളാണല്ലോ. അപ്പോൾ അവർ കയറി വരുന്ന സമയത്ത് ജനങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്താലോ എന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ എന്നൊക്കെ വ്യാഖ്യാനിക്കാം. പക്ഷെ ഫീൽഡിലെ പ്രതികരണം അങ്ങനെയല്ലല്ലോ. അല്ല, ഫീൽഡിലെ പ്രതികരണം ആ സീറ്റുകളിൽ BJP പ്രവർത്തകർക്ക് വലിയ അമർഷമാണ്. തൃപ്പൂണിത്തറ താങ്കൾക്ക് അറിയാവുന്ന മണ്ഡലമല്ലേ? അവിടെ BJP ഒറ്റക്ക് തന്നെ അവർ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന സ്ഥലമായിരുന്നല്ലേ? അതെ. അപ്പൊ അവിടുത്തെ പ്രവർത്തകർ ചോദിക്കുന്നത് ഇതെന്ത് പാർട്ടി, ഇതെന്ത് ഇവരാണ്? അവർക്ക് അമർഷം ഉണ്ടാവില്ല. അപ്പൊ സീരിയസ് ഫൈറ്റ് ആണോ നടക്കുക, അല്ല നോൺ സീരിയസ് ഫൈറ്റ് ആണോ നടക്കുക? മാത്രമല്ല കേസി, ഇതിനകത്ത് BJP പറയുന്നത് ഇത് തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. അവരിപ്പോ ഈ അധികാരത്തിൽ വരും എന്ന രീതിയിൽ പറയുന്നത്. അതേസമയം തന്നെ ഇവരുടെ ചില സമുന്നതരായ നേതാക്കന്മാരോട് നമ്മൾ സംസാരിക്കുമ്പം 2031 തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നതാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത്. മാത്രമല്ല അവരുടെ മനസ്സിൽ കോൺഗ്രസിനെ തുടച്ചു നിൽക്കുക, കോൺഗ്രസ് മുക്ത ഭാരതം. അതാണ് നമ്മൾ പറയാൻ കാരണം. അവരുടെ മനസ്സിൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ടുള്ളവരിത് കോൺഗ്രസിനെ കേരളത്തിൽ തീർക്കുക. കാരണം BJP-യെ എന്നും എതിർക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. വിട്ടുവീഴ്ചയില്ലാതെ ദേശീയ തലത്തിൽ അവർക്ക് വെല്ലുവിളി ഉയർത്തുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. അതുകൊണ്ട് കോൺഗ്രസ് ഇവിടെ വേണ്ട, കോൺഗ്രസിന്റെ മുന്നണി ഇവിടെ വേണ്ട, UDF വേണ്ട. CPM ജയിച്ചു പോകുന്ന പോട്ടെ, അവരെ കൈകാര്യം ചെയ്യാൻ അവർക്ക് എളുപ്പമാണ്. ഇപ്പോഴെന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കില്ലേ? ഇപ്പം പിണറായി വിജയന്റെ ഗവൺമെന്റ് പറഞ്ഞാൽ അവർ വിചാരിക്കാത്ത ഏത് കാര്യം നടക്കാത്ത വിചാരിച്ചാൽ PMC എത്ര എളുപ്പത്തിൽ അവരെ ഒപ്പിടിപ്പിച്ചത്, ലേബർ കോഡിന്റെ കാര്യം എത്ര വേഗത്തിലാണ് മാറ്റിയത്. അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് അങ്ങനെ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിനെ തീർക്കുക എന്നുള്ളതാണ് അവരുടെ അജണ്ട, അവരുടെ നേതാക്കന്മാർ. പക്ഷെ കേരളത്തിലെ സാധാരണ BJP പ്രവർത്തനം നിൽക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. ആ ഒരു ഡീലിന്റെ ഭാഗമായിട്ട് നിൽക്കുമെന്നുള്ളത് പറ്റില്ല. ഇവരൊരു ഡീൽ ഉണ്ടാക്കിയാൽ തന്നെ, ഇപ്പൊ നേതൃതലത്തിലൊരു ഡീൽ ഉണ്ടാക്കിയാൽ ഈ താഴെ തട്ടിലും ഘടകത്തിലും ഇത് എങ്ങനെയാണ് കൺവിൻസിംഗ് ആയിട്ട് പറയാൻ പറ്റില്ല? അല്ല, അതാണല്ലോ പ്രശ്നം. ഇന്നത്തെ കേരളത്തിലെ പ്രശ്നം CPM എന്ന് പറയുന്നത് അവരുടെ അണികളുടെ വികാരങ്ങളെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയെ അല്ല. ഇപ്പോൾ അതൊരു വേറൊരു കൾച്ചറിലോട്ട് പോയി. പണ്ടുണ്ടായിരുന്ന കൾച്ചറനുസരിച്ച് അവരുടെ പാർട്ടി പ്രവർത്തകൻ വളരെ ആവേശത്തോടെ വിളിച്ചു പറയുന്ന ഒരു സർക്കാരായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? നിങ്ങൾ എവിടെയെങ്കിലും നല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ അടുത്ത് പോയി നോക്കി അവൻ ആവേശം കൊള്ളുന്നുണ്ടോ ഈ സർക്കാരിൽ? ഇവരുടെ ചെയ്തികൾ അങ്ങനെയല്ല. BJP-യെ സംബന്ധിച്ചിടത്തോളം BJP കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടുള്ള ഏത് അണ്ടർസ്റ്റാൻഡിങ്ങിനെയും താഴെത്തട്ടിലുള്ള പ്രവർത്തകൻ അത്
നേരായ മാർഗത്തിൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കേരളത്തിന്റെ പശ്ചാത്തലം വെച്ച് അവർ കേരളത്തിന് പുറത്തുള്ള പശ്ചാത്തലം പോലെയായിരിക്കും. അപ്പൊ ഇതൊന്നും ഈ പറയുന്ന ഡീലൊന്നും ചിലവാകാൻ പോകുന്നില്ല. ഈ രാഷ്ട്രീയത്തില് അവിശുദ്ധമായിട്ടുള്ള ഏത് ഡീല് നടത്തിയാലും അതൊന്നും സക്സസ്ഫുൾ ആവും. അതല്ല, നമ്മുടെ ആൾക്കാർ വളരെ സെൻസിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സ് ആണ്. വോട്ടേഴ്സാണ്. കാര്യം അവർ എന്തൊക്കെ പറഞ്ഞാലും അവിടെ കയറുമ്പോ ആർക്ക് കൂത്തണം എന്നുള്ളത് 2-2 4 2 2 0 ആവും ചിലപ്പോ. ചിലപ്പോലെ അല്ല, അവര് ഞാൻ ഒരിക്കലും ഡൽഹിയിൽ വെച്ചിട്ട് ഒരു നേതാവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്നറിയോ, ഈ കോൺഗ്രസിന് 5 കൊല്ലം കൂടി അധികാരം കിട്ടാതെ പോയാൽ മിക്കവാറും കോൺഗ്രസ് എല്ലാം ഞങ്ങളുടെ ചേരും, അപ്പൊ 31 ഞങ്ങളുടെ കാര്യം എളുപ്പമാകും എന്നാണ്. അവർക്ക് തെറ്റുപറ്റിപ്പോയി. അതിന് കോൺഗ്രസ് എത്ര കാലം വേണമെങ്കിലും അധികാരമില്ലാതെ ശക്തമായിട്ട് നിൽക്കും. തിരിച്ചാണ് സംഭവിക്കാൻ പോകുന്നത്. CPM അധികാരമില്ലെങ്കിൽ ബംഗാളിൽ സംഭവിച്ചത് എന്താണ്? CPM നേതാവല്ല കേട്ടോ ഈ പറഞ്ഞത്. ആയിക്കോട്ടെ. അതാ പറഞ്ഞത്, BJP കണക്കൂട്ടിലൊക്കെ തെറ്റുവാൻ പോവാണ്. ഞങ്ങൾ ഇപ്രാവശ്യം അധികാരം പിടിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. പക്ഷെ അധികാരമില്ലാതെ 10 കൊല്ലം ഞങ്ങൾ തന്നില്ലേ? എന്തുമാത്രം പീഡനമായിരുന്നു. കേന്ദ്രത്തിലും സ്റ്റേറ്റിലും അധികാരമില്ലാതെ, കേന്ദ്രത്തിലും സ്റ്റേറ്റിലും അധികാരം ഉണ്ടായിരുന്ന പാർട്ടി 10 കൊല്ലമായി കേന്ദ്രത്തിലും സ്റ്റേറ്റിലും അധികാരമില്ല. ഞങ്ങൾക്ക് എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചിട്ടില്ല.